രാമായണ മാസത്തിന് ഇന്ന് തുടക്കമായി. നാലമ്പലങ്ങളും ദർശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം മുഴുവൻ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണം നടക്കും. നവമി ദിനേശുണ്ട്. നവമി ഉള്ളത് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലാണ്. നവമി കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും രാമായണ ശീലികൾ കൊണ്ട് മുഖരിതമാകുന്ന ആളുകളാണ് ഇനി ഒരു മാസം. എന്താണ് തൃപ്പൂണിത്തുറയിലെ കാഴ്ചകൾ, പ്രത്യേകതകൾ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ശ്രീരാമ ക്ഷേത്രത്തിലാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രത്യേക പൂജകളും ചടങ്ങുകളും അതോടൊപ്പം തന്നെ രാമായണ പാരായണമൊക്കെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളികളുടെ ആത്മീയ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ള രാമായണ മാസത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഇന്നു മുതൽ സന്ധ്യാസമയങ്ങളിൽ അധ്യാത്മ രാമായണ പാരായണം ആരംഭിക്കും. ഇതിൻ്റെ ഒരു നമുക്കറിയാം, രാമായണ പാരായണം നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രസക്തി എത്രമാത്രമാണെന്ന് നമുക്കറിയാം. മഴയും പ്രകൃതിയുടെ മാറ്റങ്ങളും നിറഞ്ഞ കർക്കിടക മാസം പണ്ട് കാലം മുതൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കരുതൽ ആവശ്യമുള്ള സമയമാണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തെ ആത്മീയ ചിന്തകൾക്കും കുടുംബ പ്രാർത്ഥനകൾക്കും ദാനധർമ്മങ്ങൾക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന രാമക്ഷേത്രത്തിൽ 8:30 കൂടിയാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത്. ഇത് 31 ദിവസത്തെ ഒരു ചടങ്ങാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് ഉച്ചയ്ക്ക് 11:30 വരെയാണ് ഇവിടുത്തെ രാമായണ പാരായണം. ഇവിടെ അത് അവതരിപ്പിക്കുന്നത് ശ്രീരഞ്ജിനി ആചാര്യ ആണ്. അങ്ങനെ 31 ദിവസത്തെ രാമായണ പാരായണമാണ്. ഒരു മാസം മുഴുവൻ 7 കാണ്ഡങ്ങളിലായി രാമായണം വായിച്ചു തീർക്കുന്ന പതിവാണ് ഉള്ളത്. അത് വീടുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള കാര്യമാണ് നടക്കുന്നത്. ബാലകാണ്ഡം മുതൽ ഉത്തരകാണ്ഡം വരെ ഓരോ ദിവസവും നിശ്ചിത ഭാഗം വായിക്കുന്നതാണ് പതിവായി കണക്കാക്കുന്നത്. ഒപ്പം നമുക്കറിയാം, ഈ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ രാമായണം പാരായണം നടത്തുന്നത് പോലും നമ്മുടെ ഒക്കെ നിത്യജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി തന്നെയാണ് കണക്കാക്കുന്നത്. സത്യം, ധർമ്മം, വാക്കുപാലിക്കൽ, മാതാപിതാക്കളോടുള്ള ആദരവ്, സഹോദര സ്നേഹം, സൗഹൃദം, ഭരണനീതി, കുടുംബങ്ങൾ, ക്ഷമ, ത്യാഗം എന്നിവയെക്കുറിച്ചുള്ള നിരവധി സന്ദേശങ്ങളാണ് രാമായണം നൽകുന്നത്. ഇത് രാമൻ്റെ ജീവിതം ധർമ്മത്തിൻ്റെ പ്രതീകമായും സീതാദേവി സഹനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായും ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിൻ്റെയും അനുഭാൻ ഭക്തിയുടെയും സേവന മനോഭാവത്തിൻ്റെയും പ്രതീകമായാണ് അവതരിപ്പിക്കുന്നത്. എന്തായാലും രാമായണ മാസത്തിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ, രാമായണ പാരായണമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ആൾക്ക് നിൽപ്പുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ ക്ഷേത്രത്തിൽ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത്? ഒപ്പം ഈ രാമായണ പാരായണം എപ്പോഴൊക്കെയാണുള്ളത്? രാമായണ പാരായണം ഈ രാവിലെ 8:30 മുതൽ 9:30 മണി വരെ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ മഴയും എല്ലാം കൊണ്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഭഗവാന്റെ നാമം ചൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അതിൻ്റെ ആ ഫലം അതിലുണ്ടാവും, അതാണ് ഉദ്ദേശം. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളെ രാമായണ പാരായണം. അതെ. അതാണ്. എന്തായാലും രഞ്ജിത്ത്, കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് വൈകുന്നേരങ്ങൾ സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം നടത്തുകയും ഒപ്പം അത്തരത്തിലുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ കുടുംബത്തിലേക്ക് വരിക എന്നിവയാണ് പ്രധാനമായും ഈ രാമായണ പാരായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മുടെ ഒക്കെ വീടുകളിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. പണ്ട് നമ്മുടെ വീട്ടുകളിലെ മുതിർന്ന, പ്രത്യേകിച്ച് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് രാമായണ പാരായണം നടത്തുകയും നമ്മളൊക്കെ അവരോടൊപ്പം ചെന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ ഒരു കാലഘട്ടം മാറിയെങ്കിൽ പോലും ഇപ്പോഴും ഈ രാമായണ മാസം ആരംഭിക്കുമ്പോൾ പല കുടുംബങ്ങളിലും ഇതിൻ്റെ രാമായണ പാരായണം ഉണ്ടാകും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ ഉണ്ടാകും. ഇന്ന് നല്ല മഴയാണ്. അല്പസമയം മുമ്പാണ് മഴ ആരംഭിച്ചത്. അങ്ങനെ ആരോഗ്യം നമ്മൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു മാസമായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ രാമായണ പാരായണവും ഒപ്പം ആയുർവേദ ചികിത്സകളുമൊക്കെ ഈ മലയാളികൾ ഈ രാമായണ മാസം നടത്തുന്നത്. എന്തായാലും കർക്കിടക 1 ആണ് ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ചില ഓർമ്മപ്പെടുത്തലുകൾ, പരമ്പരാഗതമായി തുടർന്നു വന്ന പല കാര്യങ്ങളും, എല്ലാവിധ ഐശ്വര്യങ്ങൾ പഞ്ഞമാസമാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനായ ചിട്ടകളും ചടങ്ങുകളും ഒക്കെയുണ്ട്.
ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് വളരെ കൃത്യമായി നടന്നു പോവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.